ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബൈബാക്ക് ഓഫ് ഷെയർസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. അതായത് ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ബാങ്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാനിതിൽ തിയറീസ് ഒന്നും വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. തിയറി കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം അടുപ്പിച്ച് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു 2-3 ചാപ്റ്റർ ഞാനിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മേ ബി അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയേക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എനിവേ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. അപ്പോൾ ഈ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് കമ്പനിയുടെ അക്കൗണ്ട്സ് ആണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പോലെ നമുക്ക് ജേണൽ എൻട്രീസ് കാണാണ്ട് പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. നമുക്കിതിൽ കുറേ ഷെഡ്യൂൾസ് ഒക്കെ കാണാണ്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇത് കുറച്ച് ടഫായിട്ടുള്ള ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണ്. ഓക്കെ, മറ്റുള്ളതിനെ അപേക്ഷിച്ച്. കാരണം ഇതിൽ കുറച്ച് ഷെഡ്യൂൾസ് കാണാണ്ട് പഠിച്ചാൽ സുഖമാണ്, പക്ഷെ നമ്മൾ ഷെഡ്യൂൾസ് കാണാണ്ട് പഠിക്കണം. ഓക്കെ, എനിവേ ആദ്യം നമുക്ക് ബാങ്ക് എന്താണെന്ന് നോക്കാം. ബാങ്ക് എന്താണ്? ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ലെൻഡിങ് മണി, ക്രെഡിറ്റ് ആയിട്ട് പൈസ കടം കൊടുക്കുകയും ചെയ്യും. അതാണ് എന്ത് പറയുന്നത്, ബാങ്ക് എന്ന് പറയുന്നത്. എനിവേ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് അക്സെപ്റ്റ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോം ദി പബ്ലിക് ആൻഡ് ലെൻഡിങ് ലോൺസ് ആൻഡ് ക്രെഡിറ്റ് ടു ദ പബ്ലിക് ദസ് ഹൂ നീഡ് ഇറ്റ്. ആവശ്യമുള്ളവർക്ക് ഈ പറഞ്ഞ രണ്ടും ചെയ്യുന്നുണ്ട്. ബാങ്കിങ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ഒരു ബാങ്കിങ് കമ്പനീസിൽ നമുക്ക് നോക്കാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസ് നോക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഫോർമാറ്റ് കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടായിരിക്കുക. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, എനിവേ ഒരു ബാങ്കിങ് കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണിത്. ആദ്യം ഒരു പെർട്ടിക്കുലർ കോളം, പിന്നെ ഞാൻ പറഞ്ഞു എന്തുണ്ടായിരിക്കും, നമുക്ക് ഷെഡ്യൂൾസ് ഒരുപാട് കാണാണ്ട് പഠിക്കാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഷെഡ്യൂൾസിന് എന്തുണ്ടായിരിക്കും, നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു കോളാണ് ഇത്, ഷെഡ്യൂൾ നമ്പർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കറൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ. കറൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ സ്റ്റിൽ ഇപ്പോഴത്തെ ഇയർ, പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേ ഉള്ള വർഷം. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം പറയുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇതിലാദ്യം പറയുന്നതാണ് ഇൻകം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആദ്യം നമുക്ക് കിട്ടുന്ന ഇൻകം, പിന്നെ എക്സ്പെൻസ്, പിന്നെ വേറെ ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് ലൈക്ക് ഈ നമ്മൾ എന്ന് പറയുന്ന ബാങ്കാണ് കേട്ടോ. ഓക്കെ, ബാങ്കിന് ഏതൊക്കെ തരത്തിലാണ് ഇൻകം കിട്ടുന്നത്? വെച്ചാൽ മെയിനായിട്ട് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ഇൻട്രസ്റ്റ് വഴിയായിരിക്കും. അതായത് ബാങ്ക് വിവിധ തരത്തിലുള്ള പണമിടപാടുകൾ നടത്തും. അതായത് അവർക്ക് കടങ്ങൾ കൊടുത്തിട്ട് പലതരത്തിലുള്ള, അതായത് ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുക, അതുപോലെ തന്നെ ലോൺ കൊടുക്കുക, ഓവർ ഡ്രാഫ്റ്റ്, അങ്ങനെ പല പല കേസുകൾ എന്ത് ചെയ്യും, ബാങ്ക് പബ്ലിക്കിന് കൊടുക്കും. അപ്പോൾ അതുവഴി ആണ് എന്ത് ചെയ്യുക, ബാങ്കിന് മെയിനായിട്ട് ഇൻകം കിട്ടുന്നത്. അതായത് ഈ കൊടുക്കുന്ന ക്യാഷ് ഒന്നും ചുമ്മാ വെറുതെ കൊടുക്കുകയല്ല. അതായത് 5 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി 5 ലക്ഷത്തിൽ കൂടുതൽ, മേ ബി അല്ല എന്തായാലും 5 ലക്ഷത്തിൽ കൂടുതൽ നിങ്ങൾ എന്തടയ്ക്കണം, ക്യാഷ് അടയ്ക്കേണ്ടി വരും. ഒരു 5 ലക്ഷം ലോൺ എടുത്താൽ മിനിമം 6-7 ലക്ഷം രൂപയെങ്കിലും എന്തടയ്ക്കേണ്ടി വരും, ടോട്ടൽ എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതെന്താണ്, ബാങ്കിൻ്റെ ഒരു വരുമാനമാണ്. ഓക്കെ, അതാണ് ഈ ഇൻകം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ബാങ്ക് കൊടുക്കുന്ന പണമിടപാടുകൾ കാരണം ബാങ്കിന് കിട്ടുന്ന ഇൻകം. അതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് വഴി ബാങ്കിന് കിട്ടുന്ന ഇൻകം. അപ്പോൾ അതിൻ്റെ ഷെഡ്യൂൾ നമ്പർ എന്ന് പറയുന്നത് 13 നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം അത് നോക്കണോ അതിങ്ങനോ? നമുക്കത് ആദ്യം അത് നോക്കാം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിന് ഇൻട്രസ്റ്റ് വഴി കിട്ടുന്ന ഇൻകം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ, അതായത് ഞാൻ ബാങ്കാണ്. അപ്പോൾ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് തരികയാണ്, ലോണ് തരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് ലോൺ തന്നാൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് അതൊരു മിനിമം 7 ലക്ഷം രൂപയായിട്ടെങ്കിലും തിരികെ വാങ്ങിക്കും. അപ്പോൾ 2 ലക്ഷം രൂപ അവിടെ എന്താണ്, എനിക്ക് കിട്ടിയ വരുമാനമാണ്. അതാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ടേം ലോൺ എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഇൻ ബാലൻസ് വിത്ത് RBI, ഇനി അതർ ഇൻട്രസ്റ്റ് ഇൻകം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറയൽ ഇങ്ങനെ തരും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തരും, കുറേ ഐറ്റംസ് തരും.
അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് തരും. അപ്പോൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഏത് ഷെഡ്യൂളിലുള്ളതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഹെഡിങ് കൊടുക്കുക, ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഉണ്ട് പെർട്ടിക്കുലർ, എന്നിട്ട് ഏതൊക്കെ ഐറ്റംസ് ആണോ തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നേരെ അത് എഴുതുക, എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതുക, എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. ഓക്കെ, എല്ലാ എമൗണ്ടും കൂടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. ഇവിടെ കറൻറ്റ് ഇയറിലാണോ പ്രീവിയസ് ഇയറിലാണോ അവിടെ കൊണ്ടുവന്ന് എഴുതുക. ഓക്കെ, അതാണ് ഈ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് തന്നെ പഠിക്കുക, എഴുതിയെടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, പഠിച്ചാൽ മതി. അതാണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടിൻ്റെ ഷെഡ്യൂൾ നമ്പറാണ് 13. മറന്നു പോകരുതേ, കാരണം എക്സാമിന് വരും, ക്വസ്റ്റ്യൻ വരും, അപ്പോൾ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അതർ ഇൻകം. ഓക്കെ, ഇൻട്രസ്റ്റ് ഉണ്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഏതൊക്കെയാണോ അതുവഴി നമുക്ക് കിട്ടുന്ന ഇൻകം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്ന അതർ ഇൻകം. അതർ ഇൻകത്തിൻ്റെ ഷെഡ്യൂൾ നമ്പർ എന്ന് പറയുന്നത് 14 ആണ് അതർ ഇൻകം. അപ്പോൾ അതും ഇതേപോലെ തന്നെ നമ്മൾ ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം. എന്നിട്ട് അതിൽ വരുന്ന ഐറ്റംസ് ആണ് കമ്മീഷൻ, എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കറേജ്. കമ്മീഷൻ റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് അതെന്താണ്, നമുക്കത് അപ്പം തന്നെ ക്ലിക്ക് ആവണം. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം ആണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇതേപോലെ കളി വരച്ചു എഴുതി. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അത് അതർ ഇൻകം ആണ്, ഒരു ബാങ്കിൻ്റെ അതർ ഇൻകം ആണത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസാക്ഷൻ, ട്രാൻസ്ഫർ ഫീസ്, രജിസ്ട്രേഷൻ, ലോക്കർ റെൻറ്റ്, ഡിവിഡൻറ്റ്, മിസ്ലീനിയൻസ് ഇൻകം. ഇതൊക്കെ വരികയാണെങ്കിൽ ഇതെന്താണ്, അതർ ഇൻകം ആണ്. ഇത് എല്ലാതൊന്നും വരത്തില്ല, കുറച്ചൊക്കെ വരത്തുള്ളൂ, ഏതെങ്കിലും ഒരു 2-3 എണ്ണമൊക്കെ തന്നെ വരത്തുള്ളൂ. പിന്നെ ഓക്കെ, നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു, എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മൾ എന്താണ്, ഇത് ഷെഡ്യൂൾ നമ്പർ 40 ആണ്, അതർ ഇൻകം എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിൻ്റെ എമൗണ്ട് എഴുതുക, എന്നിട്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തതിന് ശേഷം അതിവിടെ കൊണ്ടുവന്ന് എഴുതുക. ഇവിടെ ഇതാ ഈ അതർ ഇൻകത്തിൻ്റെ നേരെ ഇവിടെ എഴുതുക. ആദ്യം ഷെഡ്യൂൾ നമ്പർ 14 എഴുതുക, എന്നിട്ട് ഇവിടെ എമൗണ്ട് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ എന്ന് എഴുതിയിട്ട് ഈ ഇൻട്രസ്റ്റ് ഉണ്ടും അതർ ഇൻകം കൂടെ ടോട്ടൽ ചെയ്യുക, എന്നിട്ട് അത് താഴത്തെ എഴുതുക, ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ എ കിട്ടി. ടോട്ടൽ എ എന്ന് പറഞ്ഞാൽ ഇത് ഇൻകത്തിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ ഈ ടോട്ടൽ എ എന്ന് പറയുന്നത്, അതായത് ഇൻകം ആണ് അവിടെ എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, അങ്ങനെ നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഒരു ബാങ്കിന് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസ് ആണ് വരുന്നത്, അതാണ് ഈ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റ് എക്സ്പാൻഡാണ്. അതായത് ഞാൻ ബാങ്കാന്ന് പറഞ്ഞു, നിങ്ങളുടെ ഒരു 5 ലക്ഷം രൂപ എൻ്റെ ബാങ്കിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തിനാണ് അത് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് തരണം, പലിശ തരണ്ടേ. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മേ ബി എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് പലിശ തരേണ്ടി വരും. അപ്പോൾ എല്ലാ മാസവും പലിശ തരിക എന്ന് പറഞ്ഞാൽ അത് എന്താണ്, എൻ്റെ ഒരു എക്സ്പെൻസ് ആണ്. സോ ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും പലിശ തരണം, അത് എൻ്റെ എക്സ്പെൻസ് ആണ്. അതാണ് ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഷെഡ്യൂൾ നമ്പർ നോക്കാം. ഇതാ ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് അസറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് ഫ്രം RBI ആൻഡ് അതർ ബാങ്ക്സ്, ഇൻട്രസ്റ്റ് ഓൺ എനി അതർ ഡെപ്പോസിറ്റ്. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് എൻ്റെ ബാങ്കിലുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് എന്ത് തരണം, ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തരണം. അതാണ് ഇതിൽ പറയുന്നത് ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതെന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ നമ്പർ 15. ഓക്കെ, ഇൻട്രസ്റ്റ് എക്സ്പാൻഡഡ് ഷെഡ്യൂൾ നമ്പർ 15 എന്താ. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾ ടോട്ടൽ ചെയ്തു, എന്നിട്ട് ടോട്ടൽ എമൗണ്ട് കിട്ടി, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. പിന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ദൈനംദിന ചെലവുകൾ, അതാണ് ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബാങ്കിൻ്റെ ദൈനംദിന ചെലവുകൾ. അതായത് കമ്പനിയുടെ ഒരു റൂമിലായിരിക്കുമല്ലോ, അതായത് ബാങ്ക് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിനൊരു അതിന് പറയുക, റെൻറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുക. ആ ഒരു ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ റെൻറ്റ് എന്താണ്, അത് എൻ്റെ ബാങ്കിൻ്റെ എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി, ബാങ്കിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്നെങ്കിൽ ഓഫ് കോഴ്സ് അതും എന്താണ്, ഒരു ബാങ്കിൻ്റെ ഒരു എക്സ്പെൻസ് ആണ്. പിന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി മാനേജ്മെൻറ്റ്, പിന്നെ അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ഓഡിറ്റ് ഫീ. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നിങ്ങൾ കാണാണ്ട് തന്നെ പഠിക്കുക കേട്ടോ, അല്ലാണ്ട് ഒരു വഴിയില്ല. അപ്പോൾ ഈ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഷെഡ്യൂൾ നമ്പർ 16 ആണെന്ന് ആദ്യം എഴുതുക. അതായത് ഈ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
അങ്ങനെ കുറേ ഇത് ഷെഡ്യൂൾസ് വരയ്ക്കണമല്ലോ, അതായത് ഷെഡ്യൂൾ 13, 14, 15, 16 ഒക്കെ വരയ്ക്കണം. അപ്പോൾ അതൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് വരയ്ക്കുക. എന്നിട്ട് ഓരോന്ന് ഐറ്റംസ് ആയിട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ എമൗണ്ട് ചെയ്ത് എന്നിട്ട് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. ഇവിടെ ഇതാ അത് ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസീസ് എന്ന് പറയുമ്പോൾ ബാഡ് ഡെപ്റ്റിനെയാണ് അങ്ങനെ പറയുന്നത്. അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസ് എന്ന് പറഞ്ഞാൽ ബാഡ് ഡെപ്റ്റാണ്, അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിനങ്ങനെ ഷെഡ്യൂളില്ല, പക്ഷേ എമൗണ്ട് എഴുതാനുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അതൊക്കെയാണ് ഒരു ബാങ്കിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതാണ് ടോട്ടൽ ബി. എന്നിട്ട് ആ എക്സ്പെൻസിനെയാണ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇൻട്രസ്റ്റ് എക്സ്പാൻഡ്, ഓപ്പറേറ്റ് എക്സ്പെൻസ്, പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസ്, അതായത് ബാഡ് ഡെപ്റ്റ്. ഈ ബാഡ് ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ ബി എന്ന് എഴുതിയിട്ട് ടോട്ടൽ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ, ഈ മൂന്നിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എഴുതുക. അതാണ് ടോട്ടൽ ബി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായില്ലേ, അതായത് 13, 14, 15, 16 ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ നമുക്ക് ഇത്രയും ഷെഡ്യൂൾസ് തന്നെ പഠിക്കാനുള്ളൂ, 13, 14, 15, 16. പക്ഷേ നമുക്ക് ബാലൻസ് ഷീറ്റ് പഠിക്കേണ്ട, അതിൽ ഇഷ്ടംപോലെ ഷെഡ്യൂൾസ് ഉണ്ട്. എനിക്ക് വയറ് നിറച്ചുണ്ടായില്ല. എനിവേ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ടോട്ടൽ എയും ബിയും കിട്ടി. ഇനി നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. പ്രോഫിറ്റ് ഓർ ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദി ഇയർ, നിങ്ങളിങ്ങനെ എഴുതുക. പ്രോഫിറ്റ് ഓർ ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദി ഇയർ, എ മൈനസ് ബി, അതായത് ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യാം. അപ്പോൾ എന്ന് ബി മൈനസ് ചെയ്തിട്ട് ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, പ്രോഫിറ്റാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ചെയ്ത് പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ്, അതായത് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിവിടെ എടുത്ത് എഴുതുക. ടോട്ടൽ പ്രോഫിറ്റ് എന്നിട്ട് ഈ എ മൈനസ് ബി നമുക്ക് കിട്ടിയ സർപ്ലസും പിന്നെ കഴിഞ്ഞ വർഷത്തെ കൂട്ടിയിട്ട് ഇവിടെ എഴുതുക ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് പറഞ്ഞ് മനസ്സിലായോ, അതായത് ഈ ഇൻകം ഇല്ലേ, ഈ ഇൻകത്തിൽ നിന്നും ഈ എക്സ്പെൻസ് മൈനസ് ചെയ്യുക. അതാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദി ഇയർ. അതായത് എ മൈനസ് ബി, എ എന്ന് പറയുമ്പോൾ ഇൻകം, ബി എന്ന് പറയുമ്പോൾ എക്സ്പെൻസ്. അപ്പോൾ നമുക്കൊരു ഇൻകം കിട്ടി. പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോഡ് ഫോർവേഡ്, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തരും. അതുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ഇവിടെ എഴുതുക, ഇവിടെ എഴുതുക. എന്നിട്ട് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, പിന്നെ അപ്രോപ്രിയേഷൻസിൽ അത് അപ്രോപ്രിയേഷൻസിൻ്റെ അവിടെ ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, മറന്നു പോയത് തോന്നുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യണം, അതായത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് 25% ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഓക്കെ, അതിവിടെ എഴുതണം. ഇവിടെ ഈ അപ്രോപ്രിയേഷൻസ് എഴുതിയിട്ട് എല്ലാ ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അത് മേ ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇല്ലായിരിക്കാം. പറഞ്ഞാലും ഇല്ലെങ്കിലും 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നിർബന്ധമാണ്, മറക്കരുത് കേട്ടോ. ഈ ഒരു ഇതിലില്ല, ഫോർമാറ്റിലില്ല. ഓക്കെ, മറന്നു പോയതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിവിടെ എഴുതുക. എന്നിട്ട് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് നമ്മൾ എന്ത് ചെയ്യണം, 25% ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഒരു ടോട്ടൽ പ്രോഫിറ്റിൻ്റെ പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ 25% നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഒരിക്കലും ടോട്ടൽ പ്രോഫിറ്റ് എന്നല്ല, മറിച്ച് ഈ ഒരു പ്രോഫിറ്റ് എന്ന്, അതായത് ഡ്യൂറിങ് ദ ഇയർ ദ പ്രോഫിറ്റ് ഓർ ലോസ്, നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ ഇയർ എ മൈനസ് ബി ഉണ്ടല്ലോ, ആ ഒരു പ്രോഫിറ്റിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ടു 25% ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ മറന്നു പോകരുതേ. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യം. അതിന് ശേഷം പിന്നെ ബാലൻസ് ക്യാരിഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ എമൗണ്ട് ഈ എമൗണ്ട് മൈനസ് ചെയ്യുക. എന്നിട്ട് അത് ഇവിടെ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ടോട്ടൽ ഈ ടോട്ടൽ തന്നെ ഇങ്ങോട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവായിരിക്കും. റിയലി സോറി, ഇവിടെ എഴുതാൻ മറന്നുപോയി. അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫർ ടു 25% ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്തെന്നാണ്, നമ്മുടെ കറൻറ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്നാണ്, അല്ലാണ്ട് ഈ ഒരു പ്രോഫിറ്റിൽ നിന്നല്ല. മനസ്സിലായോ? അതായത് ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മേ ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ത്, 25% ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട് എന്നുള്ളത്. മേ ബി പറഞ്ഞിട്ടില്ലായിരിക്കാം. പറഞ്ഞാലും ഇല്ലെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ടിലേക്ക് 25% ഓഫ് കോഴ്സ് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അത് മറന്നു പോകരുത്. അത് ഈ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടതിന് ശേഷം അപ്രോപ്രിയേഷൻസ് എഴുതിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂറിങ് ദ ഇയർ, അതായത് ഈ വർഷത്തെ കറൻറ്റ് ഇയറിലെ പ്രോഫിറ്റ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്, അതല്ലാണ്ട് പ്രീവിയസ് ഇയറത്തെ അല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് ടോട്ടൽ പ്രോഫിറ്റ്, അതായത്
നമ്മൾ ഇതുവരെ കണ്ടു, നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി, എന്നിട്ട് അപ്രോപ്രിയേഷൻസ് എഴുതി, എന്നിട്ട് ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അക്കൗണ്ട് ഫോർ 25%. എന്നിട്ട് നമ്മൾ ഈ എമൗണ്ടിൽ നിന്നും ഈ 25% എന്താണ് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, ഏത് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും ഈ എമൗണ്ട് മൈനസ് ചെയ്യുക, എന്നിട്ട് ബാലൻസ് കവർ ടു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസ് വരുന്ന എമൗണ്ട് എന്ന് ടോട്ടൽ എന്നിട്ട് ഇത് ചെയ്തു. അത്രയേ ഉള്ളൂ. അതെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയുടെ കൂടെ ഒന്നും കൂടെ അത് എങ്ങനെയാണ് വരുന്നതെന്ന്, അപ്രോപ്രിയേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. താങ്ക് യു.